ഇച്ചുവിന്റെ കല്യാണത്തിന് പോണ പോക്കാണിത്. ഈ പള്ളികളൊക്കെ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായിക്കണം. അതെ, നമ്മുടെ പൊന്നാനി. നമ്മള് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ പിള്ളേർ എത്തി. വെൽക്കം കണ്ടപ്പോ വെൽക്കം ഡ്രിങ്ക് കുടിച്ച് ചെക്കൻ തുടങ്ങി. അതൊക്കെ അത്ര ഉള്ളൂ. ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ് ഇച്ചു അഥവാ ഇശാന. അങ്ങനെ എല്ലാരും കൂടി സ്റ്റേജിൽ കയറി ഫോട്ടോ എടുത്ത് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. പൊന്നാനി ബിരിയാണി ഷാനുവിന് ഇഷ്ടമായി. ബിരിയാണി അസലമൊക്കെ ചിരിയോട് ചിരി. ചെക്കൻ ഡിപ്രഷനിലാണ്, എന്നാലും തീറ്റി കുറവില്ല. അതിന്റെ ഇടയ്ക്ക് തുത്തുവിന്റെ വ്ളോഗ്. നേരം വൈകിയ സാധ്യം ഫാസിലാണിത്. അവർക്ക് കമ്പനി കൊടുക്കാണെന്ന് പറഞ്ഞ അസലമ വീണ്ടും ചോറ് എടുക്കാണ്. ഇതെന്താ വയറാതെ അജ്മീർത്ത ചെമ്പ. കല്യാണം വിളിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കുറി കാണിച്ചെന്നാണ്. ഫാസിലെ കല്യാണം വിളിച്ചില്ല പറഞ്ഞ് ഫുൾ അലമ്പായി. ലാസ്റ്റ് ചെക്കൻ പ്രൂഫ് കാണിച്ചെന്ന്. എന്തിപ്പോ എന്റെ അങ്ക വിട്ടവൻ എന്താ വയ്യേ. ഞാൻ മാത്രമല്ല അവരെല്ലാവരും തുത്തുവിനും കല്യാണം വിളിച്ചിട്ടുണ്ട്. തിരക്കിന്റെ കുട്ടിക്ക് കെയറിങ് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. കെയറിങ് നിർത്തിയിട്ട് അപ്പുറത്തെ ചെക്കന്റെ ഫോണിൽ നോക്കാണ്. ഇപ്പോഴും ചെക്കന്റെ കെയറിങ് തീർന്നിട്ടില്ല. പിള്ളേര് കുപ്പി തുറക്കാൻ പറ്റാണ് ബാക്ക് പൊട്ടിച്ച് ബാക്കിൽ നിന്നാണ് കുടിക്കുന്നത്. അപ്പൊ നല്ലൊരു വല്യപ്പ അവരെ ഹെൽപ്പ് ചെയ്യാൻ വന്ന് കുപ്പി തുറന്നിട്ട് അതിന്റെ കമ്മീഷൻ അടിച്ചിട്ട് വല്യപ്പ പോയി. ഏതപ്പോ വല്യപ്പന്റെ മൂട്. എന്തായാലും പിള്ളേര് മൂടാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോണത് ഹാർബറിലേക്കാണ്. ഇവിടത്തെ തിരകൾക്ക് തീരത്തെ തൊടണമെങ്കിൽ അവന്റെ അനുവാദം വേണം. റോക്കി ബയ നോക്കിയിട്ട് പൂക്കി ബയ ആയിട്ടുണ്ട്. വരണ വഴി ഫോറം മാളൊന്ന് ജസ്റ്റ് കയറി കറങ്ങിയിട്ട് നേരെ വീട്ടിൽ വിട്ട്. അപ്പൊ ഓക്കെ, ബൈ.